മമതാ ബാനർജി തന്റെ അധികാരം നിലനിർത്താനായി മറ്റ് പല രീതികൾക്കൊപ്പം തന്നെ മുസ്ലിം താല്പര്യങ്ങളെ വർഗീയതയെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. നേരത്തെ നല്ല രീതിയിലുള്ള ഐക്യം ഉണ്ടായിരുന്നിടത്ത് ഈ ധ്രുവീകരണത്തിലേക്ക് എത്തി. ആ ഘട്ടത്തിലാണ് 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും വർഗീയ കലാപങ്ങളിൽപ്പെട്ട് വല്ലാതെ വീണപ്പോൾ ഒരു കലാപവും നടക്കാതിരുന്ന സംസ്ഥാനങ്ങളൊന്ന് പശ്ചിമ ബംഗാളാണ്. അങ്ങനെ ബംഗാൾ മാറാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ ആ ഇടപെടലും അത് സൃഷ്ടിച്ച ഒരു സാമൂഹ്യ കുടുംബമാണ്. ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുവശത്ത് ഇപ്പോ BJPക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ, മാവോയിസ്റ്റുകൾ, സാഹിത്യകാരന്മാർ എല്ലാവരും ചേർന്നുള്ള ഒരു വിശാല മഴവിൽ സഖ്യം. അതാണ് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിലേക്ക് എത്തിച്ചത്. നിങ്ങളിപ്പോ ബംഗാൾ നോക്കൂ. ബംഗാൾ 3-2 ഭൂരിപക്ഷമാണ് ഇപ്പോ BJPക്ക്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വഴി വെട്ടിയത് കൃത്യമായ ഒരു വഴി വെട്ടുണ്ടായത്. നിങ്ങൾ 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കിയപ്പോൾ 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദുത്വ ബ്ലോക്കിന് 10 MP-മാരുണ്ടായിരുന്നു. നമ്മുടെ നരേറ്റീവ് ഇങ്ങനെയല്ല, 2 സീറ്റ് ഈ വർഗീയ ശക്തികൾക്ക് എന്തായിരുന്നു. ആ വർഗീയ ശക്തിയും ശക്തമായിട്ട് ഇടതുപക്ഷവും ചേർന്ന് കോൺഗ്രസിനെ എതിർക്കാൻ VP സിംഗിനെ പിന്തുണച്ചു. അതാണ് BJP ഇന്ത്യയിൽ വളരാനിടയായത്. ഇതാണോ പൊതു നരേറ്റീവ്? യഥാർത്ഥത്തിൽ പിന്തുണ 2 സീറ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അവരെ കൊണ്ട് പിന്തുണപ്പിക്കും. അന്ന് 85 സീറ്റ് ഉണ്ട്. പക്ഷെ ബോധം എങ്ങനെ നിൽക്കുക? നമ്മുടെ പൊതുബോധം 2 സീറ്റിൽ എന്ന് എന്തായിരുന്നു. പിന്നെ നമ്മൾ അന്ന് പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരുടെ ചിന്തയുണ്ടാവും. അന്ന് 85 ഉണ്ട്. ജനസംഘത്തിൽ നേരത്തെ 60-35 സീറ്റ് ഉണ്ട് ഇന്ത്യയിൽ. BJP തുടക്കമല്ല, ഒരു തുടർച്ചയാണ്. ഒരു തുടർച്ച മാത്രമാണ്. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സന്ദർഭത്തിൽ പോരാട്ടങ്ങൾ ജനതാ പാർട്ടി അതിനകത്തേക്ക് ജനസംഘം വന്നു. അത് എല്ലാവരും ചേർന്ന് അതിന് മുൻപുള്ള ജനസംഘം, അതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 35 സീറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. 1952 ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദുത്വയ്ക്ക് 10 സീറ്റ് ഉണ്ട്, ജനസംഘമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ, രാമന്റെ പേരിലുള്ള പാർട്ടി എന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് 10 സീറ്റ് ഉണ്ട്. ഈ 10 സീറ്റിൽ 3 സീറ്റ് സംഭാവന ചെയ്ത സംസ്ഥാനത്തിന്റെ പേരാണ് പശ്ചിമ ബംഗാൾ. ആ 10-അംഗ ഗ്രൂപ്പിന്റെ നേതാവായി അന്ന് പ്രവർത്തിച്ച ആളെ ജയിപ്പിച്ച മണ്ഡലം കൽക്കത്തയാണ്, ബംഗാളിലാണ്, ശ്യാമപ്രസാദ് മുഖർജി. അപ്പൊ 1952 3 MP-മാരെ വിജയിപ്പിച്ച ബംഗാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ എല്ലായിടത്തും ഇത്ര ശക്തി അല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഹിന്ദുത്വയ്ക്ക് ഈ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് കൂടി കാണാം. ബംഗാൾ വിഭജനം, അതിനുശേഷമുള്ള വർഗീയ ധ്രുവീകരണം, മുസ്ലിം ഹിന്ദു ധ്രുവീകരണം, അതിനെ കൂടി സമർത്ഥമായി ഉപയോഗിച്ചിട്ടുള്ള ഹിന്ദുത്വ പ്രചാരവേലകൾ, അതാണ് ഈ 10 സീറ്റിൽ 3 അവിടെ നിന്നാണ് ഈ ഗ്രൂപ്പായിട്ട് ഹിന്ദുത്വത്തെ ബ്ലോക്കായിട്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ മേധാവായി, പിന്നെ അദ്ദേഹം മന്ത്രിയെ. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ ആ ബംഗാൾ എങ്ങനെ മാറി? അതാണ് പുരോഗമന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ. തുടർച്ചയായ തൊഴിലാളി പോരാട്ടങ്ങൾ, മതനിരപേക്ഷ നിലപാട്, മതധ്രുവീകരണത്തിനെതിരെയുള്ള സമീപനം, അതിനുശേഷം ഭരണത്തിന്റെ ഭാഗമാകുന്നത്, അതിനുശേഷം ഭരണത്തെ നയിക്കുന്നത്. ആ ഘട്ടത്തിലാണ് 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും വർഗീയ കലാപങ്ങളിൽപ്പെട്ട് വല്ലാതെ വീണപ്പോൾ ഒരു കലാപവും നടക്കാതിരുന്ന സംസ്ഥാനങ്ങളൊന്ന് പശ്ചിമ ബംഗാളാണ്. ഡെമോക്രാറ്റിക് സാമൂഹ്യ ഘടന അനുസരിച്ചുകൊണ്ട് അത്തരം വർഗീയ കലാപങ്ങൾക്കുള്ള ഒരിടമായി വേണമെങ്കിൽ ബംഗാളിനെ മാറ്റാമായിരുന്നു. അങ്ങനെ ബംഗാൾ മാറാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ ആ ഇടപെടലും അത് സൃഷ്ടിച്ച ഒരു സാമൂഹ്യ കുടുംബമാണ്. എന്നാൽ ഇടതുപക്ഷം ഭരണത്തിൽ ഇരുന്ന് അങ്ങ് ദുഷിച്ചു പോയി. അതുകൊണ്ട് ഒന്ന് മാറിയാൽ ഇത് നന്നാകും എന്ന ഇവിടുത്തെ പ്രചാരവേല കൊണ്ടുപോലെ തന്നെ അവിടെയും നല്ല മഹാശ്വേത ദേവി
ഇവിടെ ചിലവർക്ക് പോലെ മഹാശ്വേത ദേവിയെ പോലെയുള്ള വലിയ സ്വീകാര്യതയുള്ള സാഹിത്യകാരികളെല്ലാം മുൻപിൽ നിന്നു വിശാല മഴവിൽ സഖ്യം വന്നു. ആ വിശാല മഴവിൽ സഖ്യം ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുവശത്ത് ഇപ്പോ BJPക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ, മാവോയിസ്റ്റുകൾ, സാഹിത്യകാരന്മാർ എല്ലാവരും ചേർന്നുള്ള ഒരു വിശാല മഴവിൽ സഖ്യം. അതാണ് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ധ്രുവീകരണത്തിന് ശക്തിപ്പെട്ടു. മമതാ ബാനർജി തന്റെ അധികാരം നിലനിർത്താനായി മറ്റ് പല രീതികൾക്കൊപ്പം തന്നെ മുസ്ലിം താല്പര്യങ്ങളെ വർഗീയതയായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. നേരത്തെ നല്ല രീതിയിലുള്ള ഒരു ഐക്യം ഉണ്ടായിരുന്നിടത്ത് ഈ ധ്രുവീകരണത്തിലേക്ക് എത്തി. അപ്പൊ എങ്ങനെയാണോ ന്യൂനപക്ഷ വർഗീയതയെ മമത ഉപയോഗിക്കാൻ തുടങ്ങിയത്, അതിന് കൗണ്ടർ നെഗറ്റീവായി BJP വളരെ ശക്തമായിട്ട് ഇവിടെ ഹിന്ദുത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയുടെ താല്പര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് രണ്ടായി ഭിന്നിക്കുമ്പോഴേക്ക് എത്തിയത്.